ഹായ് എല്ലാവർക്കും ഡോട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? അത് സുന്ദർബൻസ് ഡെൽറ്റയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ഏതാണ്? അത് സുന്ദർബൻസ് ഡെൽറ്റയാണ്. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന ഏതാണ്? അത് രാജസ്ഥാനിലെ ജയ്സാൽമീറാണ്. അപ്പോൾ താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന ഏതാണ്? രാജസ്ഥാനിലെ ജയ്സാൽമീറാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് അത് കറുത്ത മണ്ണാണ്. അപ്പോൾ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? അത് കറുത്ത മണ്ണാണ്. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? അത് അയൺ ഓക്സൈഡാണ്. നമ്മുടെ ചൊവ്വയിലൊക്കെ ഉള്ളതുപോലത്തെ. അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഏതാണ്? അയൺ ഓക്സൈഡാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര അത് ആരവല്ലിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതാണ്? അത് ആരവല്ലി പർവ്വതനിരയാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ കൂടിച്ചേരുന്ന എവിടെയാണ്? തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ വെച്ചാണ്. അപ്പോൾ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ കൂടിച്ചേരുന്ന എവിടെ വെച്ചാണ്? നീലഗിരി കുന്നുകളിൽ വെച്ചാണ്. പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? കൊങ്കൺ തീരം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? കൊങ്കൺ തീരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ലക്ഷദ്വീപിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാണ്? കവരത്തിയാണ്. അപ്പോൾ ലക്ഷദ്വീപിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാണ്? അത് കവരത്തിയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനലാണ്. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? 10 ഡിഗ്രി ചാനലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ ആൻഡമാൻ ദ്വീപുകളെ ഷഹീദ് സ്വരാജ് ദ്വീപുകളെന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി അത് ബ്രഹ്മപുത്ര നദിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം അത് ബാരനാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? അത് ബാരൻ അഗ്നിപർവ്വതമാണ്. ഇന്ത്യയുടെ ഉത്തര മഹാസമുദ്രത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ ആണ്. അപ്പോൾ ഇന്ത്യയുടെ ഉത്തര മഹാസമുദ്രങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? അത് ലൂ ആണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ശക്തമായ മഴയും കാറ്റും ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് കാൽ ബൈശാഖി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ശക്തമായ മഴയും കാറ്റും ഏത് പേരിലാണ്? കാൽ ബൈശാഖി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന കാലയളവ് ഏതാണ്? നമ്മുടെ ഡിസംബർ മുതൽ ഫെബ്രുവരി മാസം വരെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന എപ്പോഴാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി മാസം വരെയാണ്. ചതുപ്പ് നിലങ്ങളിൽ ജൈവവസ്തുക്കൾ നിക്ഷേപിച്ചിട്ടുണ്ടാകുന്ന മണ്ണ് അത് പീറ്റ് മണ്ണാണ്. അപ്പോൾ നമ്മുടെ ചതുപ്പ് നിലങ്ങളിൽ ജൈവവസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണ് ഏതാണ്? അത് പീറ്റ് മണ്ണാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട മണിപ്പൂരിലെ കലാരൂപം അത് സങ്കീർത്തനയാണ്. അപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട മണിപ്പൂരിലെ കലാരൂപം ഏതാണ്? അത് സങ്കീർത്തനയാണ്. പോയിൻ്റ് കാലിമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? അത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ പോയിൻ്റ് കാലിമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? അത് തമിഴ്നാട്ടിലാണ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് നാഗാലാൻഡാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് പഞ്ചാബിലെ പാട്ടിയാലയിലാണ്. അപ്പോൾ നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പഞ്ചാബിലെ പാട്ടിയാലയിലാണ്. ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതമില്ലാത്ത ഏക സംസ്ഥാനം അത് സിക്കിമാണ്. അപ്പോൾ ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതമില്ലാത്ത ഏക സംസ്ഥാനം ഏതാണ്? അത് സിക്കിമാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എവിടെയാണ്? തമിഴ്നാട്ടിൽ നമ്മുടെ ചെന്നൈയിലാണ്. 1986 അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എവിടെയാണ്? തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് ഇൻക്യുബേഷൻ നിലവിൽ വന്ന എവിടെയാണ്? അത് ഹൈദരാബാദിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് ഇൻക്യുബേറ്റർ നിലവിൽ വന്ന എവിടെയാണ്? ഹൈദരാബാദിലാണ്. കോക്കനട്ട് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്?
ത്രിപുരയിലാണ്. അപ്പോൾ കോക്കനട്ട് ദ്വീപുകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ത്രിപുരയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡൈനോസർ മ്യൂസിയം ആൻഡ് ഫോസിൽ പാർക്ക് വന്ന സംസ്ഥാനം എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡൈനോസർ മ്യൂസിയം ആൻഡ് ഫോസിൽ പാർക്ക് എവിടെ വന്നു? അത് ഗുജറാത്തിലാണ് വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺ ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? അത് മധ്യപ്രദേശിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കോൺ ഫെസ്റ്റിവൽ എവിടെയാണെന്നോ? മധ്യപ്രദേശിലാണ് നടന്നത്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ഏതാണ്? അത് നമ്മുടെ അബ്ദുൽ കലാം ദ്വീപ് എന്ന പേര് മാറ്റിയ വീലർ ദ്വീപിനാണ്. അപ്പോൾ ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് ഏതാണ്? അത് അബ്ദുൽ കലാം ദ്വീപ് അല്ലെങ്കിൽ വീലർ ദ്വീപ്. സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഏതാണ്? അത് ഡങ്കൻ പാസേജാണ്. അപ്പോൾ സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്ന ഏതാണ്? ഡങ്കൻ പാസേജാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന പർവ്വതനിര അത് വിന്ധ്യാനിരകളാണ്. അപ്പോൾ ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന പർവ്വതനിര ഏതാണ്? അത് വിന്ധ്യാനിരകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? അത് ഡക്കാൻ പീഠഭൂമിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമിയാണ്. 2020 കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും തീരപ്രദേശങ്ങളിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് അത് ബുറേവി ചുഴലിക്കാറ്റാണ്. അപ്പോൾ 2020 കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും തീരപ്രദേശങ്ങളിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? അത് ബുറേവി ചുഴലിക്കാറ്റാണ്. ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകളെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി അത് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകളെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? അത് ജവഹർലാൽ നെഹ്റുവാണ്. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? ജലവൈദ്യുതി, താപവൈദ്യുതി, ആണവോർജ്ജം. അപ്പോൾ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഏതൊക്കെ പറയാം? നമുക്ക് ജലവൈദ്യുതി പറയാം, താപവൈദ്യുതി പറയാം, ആണവോർജ്ജം പറയാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി ദാമോദർ വാലി പദ്ധതിയാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ദാമോദർ വാലി പദ്ധതിയാണ്. കാക്രാപാറ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് ഗുജറാത്തിലെ താപ്തി നദിയിലാണ്. അപ്പോൾ കാക്രാപാറ പ്രൊജക്റ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗുജറാത്തിലെ താപ്തിയിൽ സ്ഥിതി ചെയ്യുന്നു. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നതെന്നാണ്? 1975. അപ്പോൾ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്ന് വന്നു? 1975 നിലവിൽ വന്നു. സിപാറ്റ് താപവൈദ്യുത നിലയം എവിടെയാണ്? അത് ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ സിപാറ്റ് താപവൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച NTPCയുടെ താപവൈദ്യുത നിലയം അത് ഒഡീഷയിലെ താൽച്ചർ താപവൈദ്യുത നിലയമാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച NTPCയുടെ താപവൈദ്യുത നിലയം ഏതാണ്? ഒഡീഷയിലെ താൽച്ചർ താപവൈദ്യുത നിലയമാണ്. ഇന്ത്യ ആദ്യമായിട്ട് ആണവ പരീക്ഷണം നടത്തിയെന്നാണ്? 1974 മെയ് 18. അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് ആണവ പരീക്ഷണം നടത്തിയെന്നാണ്? 1974 മെയ് 18. ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തമിഴ്നാട്ടിലെ കൽപ്പാകത്താണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ്. 1998 പൊക്രാനിൽ ഇന്ത്യ നടത്തിയ അണുപരീക്ഷണത്തിൻ്റെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു. അപ്പോൾ 1998 നമ്മുടെ ഇന്ത്യ പൊക്രാനിൽ നടത്തിയ രഹസ്യ അണുപരീക്ഷണത്തിൻ്റെ പേരെന്താണ്? ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ റിയാക്ടർ എന്താണ്? സിറസ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ റിയാക്ടർ ഏതാണ്? സിറസ് ആണ്. സൗരോർജ്ജം ഒരു എന്ത് തരം ഊർജ്ജമാണ്? അത് പാരമ്പര്യേതര ഊർജ്ജമാണ്. അപ്പോൾ സൗരോർജ്ജം എന്ത് തരം ഊർജ്ജമാണ്? പാരമ്പര്യേതര ഊർജ്ജമാണ്. രാജീവ് ഗാന്ധി അക്ഷയ ഊർജ്ജ ദിനമായി ആചരിക്കുന്നത് എന്താണ്? ഓഗസ്റ്റ് 20. അപ്പോൾ രാജീവ് ഗാന്ധി അക്ഷയ ഊർജ്ജ ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ്? ഓഗസ്റ്റ് 20. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ അത് അസമിലെ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? അസമിൽ സ്ഥിതി ചെയ്യുന്ന ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനാണ്. 1998 പൊക്രാനിൽ ഇന്ത്യ നടത്തിയ രണ്ടാമത്തെ അണുപരീക്ഷണം അറിയപ്പെടുന്ന പേര് അത് ഓപ്പറേഷൻ ശക്തിയാണ്. അപ്പോൾ 1998 പൊക്രാനിൽ ഇന്ത്യ നടത്തിയ രണ്ടാം അണുപരീക്ഷണം അറിയപ്പെടുന്ന പേരെന്താണ്? അത് നമ്മുടെ ഓപ്പറേഷൻ ശക്തിയാണ്. മുപ്പന്തൽ കാറ്റാടിപ്പടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്ടിലാണ്. അപ്പോൾ മുപ്പന്തൽ കാറ്റാടിപ്പടം എവിടെ സ്ഥിതി ചെയ്യുന്നു? തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. കൂടംകുളം പദ്ധതിക്കായി ഇന്ത്യയോടൊപ്പം സഹകരിക്കുന്ന രാജ്യം അത് റഷ്യയാണ്. അപ്പോൾ കൂടംകുളം നമ്മുടെ ആണവ കൂടംകുളം പദ്ധതിക്കായിട്ട് ഇന്ത്യയോടൊപ്പം സഹകരിക്കുന്ന രാജ്യം ഇതാണ്, അത് റഷ്യയാണ്. ജയ്താപൂർ ആണവ നിലയം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്.
അപ്പോൾ ജയ്താപൂർ ആണല്യ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത എല്ലാവർക്കും അറിയാം, NH 966B വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത ഏതാണ്? NH 966B ആണ്. വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച ഏവിയേഷൻ വെതർ മോണിറ്ററിംഗ് സിസ്റ്റം നിലവിൽ വന്ന വിമാനത്താവളം ബംഗളൂരുവിലെ കെമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശീയമായി നിർമ്മിച്ച ഏവിയേഷൻ വെതർ മോണിറ്ററിംഗ് സിസ്റ്റം വന്നെവിടെയാണ്? ബംഗളൂരുവിലെ കെമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം മുംബൈ തുറമുഖമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം ഏതാണ്? മുംബൈ തുറമുഖമാണ്. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കാക്കിനാഡ, പുതുച്ചേരിയാണ്. അപ്പോൾ ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കാക്കിനാഡയും പുതുച്ചേരിയുമാണ്. സുവർണ ചതുഷ്കോണം ഹൈവേ പദ്ധതി ബന്ധിപ്പിക്കുന്ന മഹാനഗരങ്ങൾ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈയാണ്. അപ്പോൾ സുവർണ ചതുഷ്കോണം ഹൈവേ പദ്ധതി ബന്ധിപ്പിക്കുന്ന മഹാനഗരങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം 1951. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചെന്നാണ് 1951. കോവിഡ് പശ്ചാത്തലത്തിൽ കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിൻ ഏതായിരുന്നു? അത് ശ്രമിക്കാണ്. ഇപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മുടെ കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനുകൾ ഏതാണ്? അത് ശ്രമിക് ട്രെയിനുകളാണ്. ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ്? 18 എണ്ണമാണ്. അപ്പോൾ ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്.